മനുഷ്യരോട് യാചിക്കുക. എല്ലാ സങ്കടങ്ങളും അള്ളാനോട് പറയേണ്ടതിന് പകരം കാണുന്നവരോടൊക്കെ സങ്കടങ്ങൾ പറഞ്ഞ് നടക്കുക, ഇത് ശരിയല്ല. ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി നമുക്ക് വസിയ്യത്ത് പറയാം. കാണുന്ന ഒരാളോട് നിങ്ങൾ എനിക്കും വേണ്ടി ദ്വാരക്കണേന്ന് പറഞ്ഞു, അത് അള്ളാഹുവിനോട് പറയാനാ പറയുന്നത്. ആത്യന്തികമായി അതും അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. എന്നല്ലാതെ നിങ്ങൾ എന്നെ സഹായിക്ക്, നിങ്ങൾ എന്റെ കാര്യം ശ്രദ്ധിക്ക്, എന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ദുരന്തവും നിങ്ങൾ അറിയോന്ന് പറഞ്ഞ് കാണുന്നവരോടൊക്കെ പ്രയാസവും പ്രതിസന്ധിയും പറഞ്ഞു നടക്കുക ശരിയല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെയോ വലാത്തറുദ്ദ, നിന്റെ കയ്യിലുള്ള സമ്പത്തോ ഭക്ഷണമോ അനുബന്ധമായ കാര്യങ്ങളോ ഒരാൾ നിന്നോടൊന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കണം, തടഞ്ഞു വെക്കരുത്. ചോദിക്കുന്നെല്ലാം കൂടി കൊടുക്കാൻ പറ്റുമോ? ഒരാളിപ്പം നമ്മളോട് വന്നിട്ട് നിങ്ങളെ പോരേ സ്ഥലം എനിക്ക് തരുമോ, നിങ്ങളെ സമ്പത്ത് മൊത്തം എന്റെ പേരിൽ എഴുതി തരുമോ എന്ന് വെച്ചാൽ അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ? അത് പറ്റുമോ? എന്നാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതുണ്ടാകും. അതൊരിക്കലും തടഞ്ഞു വെക്കരുത്. വലാ തദ്ഖിർ. പിന്നെയോ മൂന്നാമത്തെ കാര്യം ഇതാണ്, എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. എന്ത് കിട്ടിയാലും ഇന്ന് ഉപയോഗപ്പെടുത്താതെ നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന രീതിയും ശരിയല്ല. എന്ത് കിട്ടിയാലും ഒരു നല്ല ഗ്ലാസ് ഉണ്ടെങ്കിൽ വീട്ടിൽ അതേതെങ്കിലും അൽമറയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും, അത് ഉപയോഗിക്കൂല. ഒരു നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ അത് പിന്നെ ഇടാലോ എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അൽമറയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. ഒരു നല്ല പ്ലേറ്റ് ഉണ്ടെങ്കിൽ, ഒരു നല്ല ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ, ഒരു നല്ല പുതപ്പുണ്ടെങ്കിൽ എല്ലാം നാളത്തേക്ക് എന്ന ചിന്താഗതിയിൽ മാറ്റിവെക്കുക. ഇന്ന് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാതിരിക്കുക. ശരിയാണോ? അല്ലേ? അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാട്ടിലില്ലേ? പൊതുവേ ഉണ്ടല്ലോ. നല്ലതൊന്നും നമ്മൾ ഉപയോഗിക്കൂല. അവസാനം മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനാണത്. അപ്പൊ നാളത്തേക്ക് അള്ളാഹു തരൂലേ? അള്ളാഹു ഹയ്യല്ലേ? അള്ളാഹുവിൽ വിശ്വാസല്ലേ? ഇന്ന് കിട്ടിയതും ലഭ്യമായതും നമ്മളെ കഴിവുകൊണ്ടാണോ? അത് അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചതല്ലേ? ആ അള്ളാഹു എന്നെന്നും ഹയ്യാണവൻ ഖയ്യൂമാണ്. അതുകൊണ്ടാ റബ്ബിനെ ഓർത്ത് ലാ തദ്ഖിർ, ഇന്ന് ഉപയോഗിക്കേണ്ടത് ഇന്ന് ഉപയോഗിക്കാതെ നാളത്തേക്ക് വേണ്ടി നീക്കി വെക്കുന്നതും ശരിയല്ല. പിന്നെ ചില അതിഥികളൊക്കെ വരാനുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകമായി കരുതിയതാണ്. ഓക്കെ, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചിലതൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ഇത് ചില വീട്ടുകാരുണ്ട്, പ്രത്യേകിച്ച് ചില സഹോദരിമാരുണ്ട്, പുതിയതൊന്നും ഉപയോഗിക്കൂല. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അവര് തലേന്ന് തളപ്പിച്ച് ഊറ്റിയ ചോറുണ്ടോ നോക്കും. അത് ഷുഗർ കൂടുമെന്ന് പേടിച്ചിട്ടല്ല, പിന്നെ അവർക്ക് ഇങ്ങനെ ആ പഴയത് അതൊന്നും ശരിയല്ല. നാളെ ജീവിച്ചിരിക്കോ ഇല്ലേ ആര് കണ്ട്? ഈരുന്ന സീറ്റിൽ നിന്ന് എന്ത് ഉറപ്പുണ്ട്? നമ്മൾ ഈ ധരിച്ച വസ്ത്രം നമ്മൾ തന്നെയാണ് അഴിച്ചു മാറ്റുക എന്ന് പറയാൻ ധൈര്യമുള്ളവരാരാണ് ഈ കൂട്ടത്തിലുള്ളത്? എന്റെ ഈ ഡ്രസ്സ് ഞാൻ തന്നെയായിരിക്കും അഴിക്കുന്നത്, ഞാൻ ധരിച്ച വസ്ത്രം ഞാൻ തന്നെയായിരിക്കും അഴിക്കുന്നതെന്ന് പറയാൻ മാത്രം ഗ്യാരണ്ടിയുള്ളവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് ഇന്ന് ഉപയോഗിക്കേണ്ടത് ഇന്ന് ഉപയോഗിക്കുക. എല്ലാം ഇന്ന് ഉപയോഗിക്കാതെ നാളെ എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ത്വരീഖത്തിന്റെ ചില അടിത്തറകളാണ്. ഭയങ്കര കാരുണ്യായിരുന്നു. സാധുക്കളോട് ഭയങ്കര കാരുണ്യം, യതീമക്കളോട്, വിധവകളോട്, കുഷ്ഠരോഗികളോട്, രോഗം ബാധിച്ച നായക്ക് പോലും ശുശ്രൂഷ നൽകിയ മഹാനാണ് അശ്ശൈഖ് അഹ്മദുൽ കബീറുർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. കുഷ്ഠരോഗികളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളുടെ വസ്ത്രം അലക്കാണ്ടോ, അഴിച്ചു തരൂ, ഞാൻ അലക്കി കൊണ്ടുവരാന്ന് പറഞ്ഞ് ആ വസ്ത്രം വാങ്ങി അലക്കും.
നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യണമെന്നോ ചെയ്യുന്നോ അല്ല എന്നല്ല പറയണത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ വെറും നിസ്കാരം നോമ്പും മാത്രമായിട്ട് കഴിഞ്ഞവരാണ് എന്ന് ചിന്തിക്കേണ്ട. ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നർത്ഥം.